എല്ലാവർക്കും കുക്കുത്രിനിയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സാധാരണ പായസത്തിനൊക്കെ കുറേ നേരം നിന്ന് ഇളക്കുകയൊക്കെ ചെയ്യണം അല്ലേ? പക്ഷേ ഈ പായസത്തിന് നമ്മൾ അങ്ങനെ ഒത്തിരി നേരം നിന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിത് പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ കുക്കറിൽ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ അതിനൊപ്പം തന്നെ ചെയ്യുകയും ചെയ്യാം. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ടുള്ള ഈ പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പായസത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പായസം റൈസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കടകളിൽ പായസം റൈസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിറബറയുടെ മട്ട റോ റൈസ് അല്ലെങ്കിൽ പായസം റൈസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നതാണ്. നിറബറ തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ബ്രാൻഡിൻ്റെ പായസം റൈസ് എടുത്താൽ മതി. എൻ്റെ കൈക്ക് ഒരു പിടി അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു പിടി എന്ന് പറയുന്നത് നമ്മൾ അളന്നു കഴിഞ്ഞാൽ 1/4 കപ്പാണ് കൃത്യം. കണ്ടോ, കൃത്യം 1/4 കപ്പ് അരിയാണ്. ഇതിനി നന്നായിട്ട് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വേണം ഇത് വെച്ചിട്ട് നമ്മൾ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ആ അരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. കുക്കറിലാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കുക്കർ നന്നായിട്ട് കഴുകിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളിതിനകത്ത് പാല് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കുക്കറിനകത്ത് എന്തെങ്കിലുമൊക്കെ അഴുക്കിരുന്ന് കഴിഞ്ഞാൽ ഈ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പം കുക്കർ നല്ലപോലെ ക്ലീൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് വലിയൊരു പ്രഷർ കുക്കർ എടുക്കുക. അതായത് നമ്മളിതിനകത്തേക്ക് ഇനി പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പാല് പ്രഷർ കുക്കറിൻ്റെ ഒരു പകുതിക്ക് നിൽക്കുന്നത് പോലെ ആയിരിക്കണം. കാരണം നമ്മളിത് കുറച്ച് നേരം അടച്ച് വെയിറ്റൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കുക്കർ നിറഞ്ഞ് പാല് നിന്ന് കഴിഞ്ഞാൽ ആ പാല് പുറത്തേക്കൊക്കെ ചാടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു കുക്കർ എടുക്കുക. ഇനി ഞാൻ ഈ കുക്കറിലേക്ക് 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. 3 കപ്പ് എന്ന് പറയുമ്പോൾ 3/4 ലിറ്റർ പാലാണുള്ളത്. ഇതിലേക്ക് ഞാനിനി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. അതിന് പകരമായിട്ട് 1/2 കപ്പ് പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എനിക്ക് പായസം ഒരുപാട് അങ്ങ് കുറുകിയിരിക്കുന്നത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലപോലെ മധുരമുള്ളൊരു പായസമാണ്. അത്രയും മധുരം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കാം. ഒരു 3/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓൺ ആക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പാല് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ആവിയൊക്കെ വരുന്നത് നമുക്ക് കാണാം. എന്നാൽ തിളച്ച് തുടങ്ങിയിട്ടുമില്ല. ഈ സമയമാകുമ്പം കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മളിപ്പം വെയിറ്റ് ഇടുന്നില്ല. ഇതിലേക്കൂടെ ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ട് വേണം നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ കുക്കർ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ വേറെങ്ങും പോവുകയും ചെയ്യരുത്. കാരണം നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ പാലൊക്കെ പുറത്തേക്ക് ചാടി സ്റ്റൗ എല്ലാം ആകെ വൃത്തികേടാകും. അപ്പോൾ ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങുമ്പം തന്നെ വെയിറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈ വെച്ച് നോക്കിയാൽ അറിയാം ആവി വരുന്ന തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പം ചെറുതായിട്ട് സ്റ്റീമൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ വെയിറ്റ് ഇട്ട് കൊടുക്കുവാണ്. വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിനെ ചെറുതീയിലേക്ക് മാറ്റണം. അപ്പം നമുക്ക് തീ എത്രയും കുറച്ച് വെക്കാവോ അത്രയും കുറച്ച് വെച്ചിട്ട് വേണം പ്രഷർ കുക്കർ വെച്ച് ഈ പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ സ്റ്റൗവിൽ 4 ബർണർ ഉള്ളതിൽ ഏറ്റവും ചെറിയ ബർണറിൽ ഏറ്റവും ലോ ഫ്ലെയിമിലേക്കാണ് പ്രഷർ കുക്കർ വെച്ച് കൊടുക്കുന്നത്. ഇതിനി ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ആ ലോ ഫ്ലെയിമിൽ ഇരുന്ന് ആ അരിയൊക്കെ ഒന്ന് വെന്ത് പായസമൊക്കെ ഒന്ന് റെഡിയായിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഈ പായസത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്യാം. ആ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുക്കറിൻ്റെ അടപ്പിൻ്റെ ഇടയിൽ കൂടെ ഒന്നും സ്റ്റീം പുറത്തേക്ക് പോകുന്നില്ലെന്നുള്ളതും പിന്നെ വിസിൽ കേൾക്കുന്നില്ല എന്നുള്ളതും. നമ്മൾ തീ ഇത്രയും കുറച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വിസിൽ വരില്ല. അത് കൂടി സാധാരണ പ്രഷർ കുക്കറിൽ പ്രഷർ വരുമ്പം ഉണ്ടാകുന്നൊരു ശബ്ദം ഉണ്ടല്ലോ, ആ ഒരു ശബ്ദം വരുമെന്നുള്ളതല്ലാതെ വിസിൽ വരില്ല. കാരണം തീ അത്ര ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇപ്പം നമ്മൾ പ്രഷർ കുക്കർ ചെറുതീയിൽ വെച്ചിട്ട് 45 മിനിറ്റ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു 45 മിനിറ്റും കൂടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് വേണം നമ്മൾ കുക്കറിൻ്റെ അടപ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. തീ ഓഫ് ചെയ്തിട്ട് 45 മിനിറ്റോളം ആയിട്ടുണ്ട്. ആവിയൊക്കെ പോയിട്ടുമുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പായസം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അരിയൊക്കെ വെന്തിട്ടുമുണ്ട്. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് തോന്നുന്നെങ്കിലും ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം കുറുകി വരും. പിന്നെ സാധാരണ നമ്മൾ പാൽപ്പായസത്തിലേക്ക് നെയ്യോ ഏലക്കാപ്പൊടിയോ കശുവണ്ടിയോ കിസ്മിസോ അങ്ങനത്തെ ഒന്നും ചേർക്കാറില്ല. അല്ലാതെ തന്നെ പാൽപ്പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പായസം ഒരുവിധം ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഈ വരുന്ന ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ എളുപ്പമല്ലേ. നിങ്ങൾക്ക് ഈ പാൽപ്പായസം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. വീണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.